ുള്ള തർക്കത്തിൽ പാലക്കാട് ബിജെപിയിൽ സമവായം. രാജ്യതീരുമാനം അറിയിച്ച വിമതരെ അനുനയിപ്പിച്ച RSS പാർട്ടി എന്ന നിലയ്ക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണമെന്ന് RSS നേതാക്കൾ കൌൺസിലർമാർക്ക് നിർദ്ദേശം നൽകി. ഇക്ബാൽ അറക്കൽ വാർത്തയുടെ വിവരങ്ങളുമായി. ഇക്ബാൽ, ഇപ്പോൾ RSS നിർദ്ദേശത്തിന് വഴങ്ങിയിരിക്കുന്നു വിമതർ എന്നുള്ള വാർത്തയാണല്ലോ വരുന്നത്. എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, ഇപ്പോൾ അല്പസമയത്തിന് മുമ്പാണ് ഇപ്പോൾ RSS ഉൾപ്പെടെ വിളിച്ചു ചേർത്തുള്ള യോഗത്തിന് ശേഷം കൗൺസിലർമാർ ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് നഗരസഭാ കൗൺസിലിൻ്റെ നഗരസഭാ ഓഫീസിന് ഉള്ളിലാണ്. ഇവിടെ നമുക്ക് ദൃശ്യം കാണാം. ചെയർപേഴ്സൺ പ്രമിള ശശിധരനും അതുപോലെ തന്നെ തൊട്ട് ഇപ്പുറത്തായി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും നിലവിൽ അതൃപ്തി ഉണ്ടായിരുന്നു ചില കാര്യങ്ങളിൽ, അതെല്ലാം പരിഹരിച്ചു എന്നുള്ള രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം തന്നെ നമ്മളോട് പ്രതികരിക്കുന്നു. അതൃപ്തി നിലവിലെല്ലാം പരിഹരിച്ചു എന്നാണ്. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് ഇത്രയും വാർത്താ ദാരിദ്ര്യമുണ്ട് എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. സത്യത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് സഹതാപമാണ് തോന്നുന്നത്. കാരണം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല, അതായത് ഞങ്ങളുടെ പാർട്ടിയിൽ പ്രശ്നങ്ങളില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ പാർട്ടിക്കകത്ത് പറയേണ്ടത് പാർട്ടിക്കകത്തും പത്രക്കാരോട് പറയേണ്ടത് പത്രക്കാരോടും പറയുക എന്നുള്ള നയമാണ് ഞങ്ങൾ സാധാരണഗതിയിൽ നടത്തി വരുന്നത്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഓടുന്നത് ചാടുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഇത് സാധാരണഗതിയിൽ പാർട്ടിയിൽ പറയേണ്ട സംഗതികൾ പാർട്ടിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ പാർട്ടിയിലെ മുതിർന്ന ആളുകളും അതേപോലെ തന്നെ RSSൻ്റെ നേതൃത്വമൊക്കെ ഞങ്ങളോട് ചില സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് സംഘടന പറയുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകളാണ് മുഴുവൻ ഞങ്ങൾ BJPക്കാരും. അല്ലാതെ രാഹുൽ മാങ്കൂട്ടമൊക്കെ ഈ പറഞ്ഞ മാതിരി സ്വപ്നം കണ്ടുകൊണ്ട് ഇവിടുന്ന് ഇപ്പോൾ 1 കൗൺസിലർ വരും, 2 കൗൺസിലർ വരും, 10 കൗൺസിലർ വരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് എല്ലാവരോടും ബാക്കിയുള്ള എല്ലാ പാർട്ടിക്കാരോടും സഹതാപം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അദ്ദേഹം കൂടി ഇന്നലത്തെ വിമത യോഗത്തിൽ ഉണ്ടായിരുന്നു. പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്. എങ്ങനെയാണ് ഒത്തുതീർപ്പിലേക്ക് എത്തിയതെന്നുള്ള വിശദാംശങ്ങൾ അല്പസമയത്തിനകം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം.